ഹലോ, നല്ല നമസ്കാരം. സാലി മൊഹബത്ത് ഹിന്ദി സിനിമയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. C5-ൽ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണരുത് എന്നത് മാത്രമാണ്. ഓക്കെ, ഇതിൻ്റെ സിനിമയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരണങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഥ എന്ന് പറയുന്നത് ഫുർദാഗ് എന്ന സ്ഥലത്തെ സിമിത എന്ന് പറയുന്ന വീട്ടമ്മയുടെ ജീവിതമാണ് കഥയുടെ കേന്ദ്രം. ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന സാധാരണക്കാരിയായ വീട്ടമ്മ സിമിത. കഥയ്ക്കകത്തോ വഴിത്തിരിവുണ്ടാകുന്നത് സിമിതയുടെ സഹോദരി ശാലിനി ജോലി ലഭിച്ച് ഇവരുടെ കൂടെ താമസിക്കുവാൻ എത്തുന്നതോടെയാണ് കഥയ്ക്ക് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സിമിതയുടെ ഭർത്താവായിട്ടുള്ള പങ്കജും സഹോദരി ശാലിനിയും തമ്മിലുള്ള അവിഹിത ബന്ധം അവിടെ നിന്ന് ആരംഭിക്കുന്നു. തുടർന്ന് പങ്കജും ശാലിനിയും അപ്രതീക്ഷിതമായി കൊല്ലപ്പെടുകയാണ്. സിമിത വീട്ടിലില്ലാത്ത സമയത്ത് കൊല്ലപ്പെടുകയാണ്. ആ കൊലപാതകത്തിൽ ആരാണ്, അതിൻ്റെ കാരണമെന്താണ്, ഇത് കണ്ടെത്തുവാനുള്ള ശ്രമമാണ് സിനിമയുടെ ഇതിവൃത്തം. രത്തൻ പണ്ഡിറ്റ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഭാഗങ്ങൾ നോക്കുമ്പോൾ ഇതിന് എന്തിനാണ് ഒരു രണ്ടാം ഭാഗം? ക്ലൈമാക്സിൽ ഈ രണ്ടാം ഭാഗത്തിനുള്ള ഒരു ഹിൻഡ് ഇടുന്നതിൻ്റെ പിന്നിലുള്ള ഇതൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല. അതാ നിർത്താമായിരുന്നു. സിനിമ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നിർത്താം. ഓക്കെ, സിനിമയുടെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഒരു ക്രൈം ത്രില്ലർ സസ്പെൻസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല ഒരു അനുഭവമായിട്ട് തോന്നും. പക്ഷേ ഈ സിനിമ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ പറയാം. സസ്പെൻസ് സിനിമകളുടെ എല്ലാ എലമെൻറ്റും ഇതിൽ ക്ലൈമാക്സ് വരെ അതീവ രഹസ്യമായിട്ട് നിലനിർത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചില ഹിൻറ്റുകൾ ഇട്ടുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സിനിമ പറയുന്ന രീതി വളരെയധികം ബെസ്റ്റായിട്ട് എനിക്ക് തോന്നി. എങ്കിൽ പോലും സിനിമയുടെ ആ ത്രില്ലിംഗ് ഭാഗം ശരിക്കും നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് കഥയെ 1 by 1 ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അത് നല്ലൊരു അവതരണ രീതി കൊണ്ടും അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ വേഗത കൊണ്ടും. സിനിമ വളരെ ചെറിയ ഒരു സിനിമയാണ്. ഏകദേശം 1 മണിക്കൂർ 48 മിനിറ്റ് എന്തോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നുള്ളത് കൊണ്ട് ഇതിന് ഒട്ടും ബോറടി ഇല്ലാതെ തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നത്. കഥയിൽ അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ല. വളരെ അധികമായിട്ടൊന്നും തന്നെ ഇല്ല. ഇത്തരം ക്രൈം ത്രില്ലറുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പശ്ചാത്തലം നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിൽ സിനിമ ചില സ്ഥലങ്ങളിൽ നല്ല അനുഭവം നൽകുന്നുണ്ടെങ്കിലും എന്തായിരുന്നാലും ഈ സിനിമ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ഇതിനൊരു സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമുണ്ട്. കാരണം പെർഫോമൻസ് ബേസ് വളരെ ഗംഭീരമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. അത് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലോ ഒരു കുറവും വരുത്തിച്ചിട്ടില്ല. വളരെ ഗംഭീരമായിട്ട് തന്നെ ഷോട്ടുകൾ ഗംഭീരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ ഗംഭീരമാണ്. അതിലെ ഒരു പാട്ടും വളരെ ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ കാണിക്കുന്ന പല സീനുകളും അവസാനം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടാണ് അത് പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സിനിമ ഒരു 2-3 അഡൽട്ട് സീനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു അഡൽട്ട് സിനിമയായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി. സിനിമയുടെ കഥ ഗംഭീരമാണ്, പെർഫോമൻസ് വളരെ ഗംഭീരമാണ്. നായിക എന്ന് പറയുമ്പോൾ വളരെ ഗംഭീരമായിട്ടാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും വളരെ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒട്ടും നമ്മളെ നിരാശപ്പെടുത്തില്ല. ത്രില്ലിംഗ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. കഥ എന്തായിരിക്കും, അവസാനം എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്കിൽ പോലും നിരാശപ്പെടുത്തില്ല എന്നത് 100% ആണ്. ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. താങ്ക് യു.